ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു അമിഗുരുമി പ്ലഷ് ആണ്. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന യാൺ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഷെനേൽ യാൺസ് ആണ്. അതല്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് യാൺസ് വെച്ചിട്ടാലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് 4mm ഹൂക്കാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന യാണിൻ്റെ അനുസരിച്ചിട്ടായിട്ടുള്ള ഹൂക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു സേഫ്റ്റി ഐസ് ആണ്. ഒരു മീഡിയം സൈസായിട്ടുള്ള ഐസാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഐസും കൂടെ വേണം. പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ സിസേഴ്സാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ച് മാർക്കറും കൂടാണ്. നമ്മുടെ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഇൻസൈഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പോളിഫില്ലും കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു പിങ്ക് യാണ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാജിക് റിംഗ് ആണ്. ഇനി ഈ ഒരു മാജിക് റിങ്ങിലേക്കാണ് നമ്മൾ 6 സിംഗിൾ ക്രോഷറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ട് സ്റ്റിച്ച് കൗണ്ട് ചെയ്യുക. കാരണം ഇതിനകത്ത് സ്റ്റിച്ചസ് കാണാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ കൗണ്ട് ചെയ്ത് പോകണം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സിംഗിൾ ക്രോഷറ്റ് ചെയ്ത് ടോട്ടൽ 6 സിംഗിൾ ക്രോഷറ്റാണ് ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ചെയ്ത് നോക്കുന്നത് അത് കറക്റ്റായിട്ട് 6 സിംഗിൾ ക്രോഷറ്റ് ഉണ്ടോ എന്ന് തന്നെ നോക്കണം. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ 6 ഇൻക്രീസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി കാരണം ഇത് നമ്മൾ വലുതാക്കാനാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ നമുക്കിനി ഓരോ സ്റ്റിച്ചിനകത്ത് നമ്മൾ 2 സിംഗിൾ ക്രോഷറ്റ് വീതം വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിനകത്തോട്ട് നമ്മൾ 2 സിംഗിൾ ക്രോഷറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈച്ച് സ്റ്റിച്ചിനകത്തോട്ട് നമ്മൾ 2 സിംഗിൾ ക്രോഷറ്റ് വെച്ച് ഇട്ട് കൊടുക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ വന്നിട്ട് നമുക്ക് ഒരു 12 സിംഗിൾ ക്രോഷറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതേ കണക്ക് നമ്മൾ ഈ 2 എണ്ണം വെച്ച് ഇടുമ്പോഴത്തേന് അത് 6 ടൈംസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ 12 സിംഗിൾ ക്രോഷറ്റ് ആണ് നമ്മുടെ ടോട്ടൽ കൗണ്ട് വരാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഇൻക്രീസ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കൗണ്ട് ചെയ്യുമ്പോഴത്തേന് 12 സിംഗിൾ ക്രോഷറ്റാണ് വേണ്ടുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇതാണ് സെക്കൻഡ് റൗണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് തേർഡ് റൗണ്ടിലേക്ക് പോവാം. ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1 സിംഗിൾ ക്രോഷറ്റ് ഇൻക്രീസ് ആണ്. അപ്പോൾ ടോട്ടൽ ഒരു 18 സിംഗിൾ ക്രോഷറ്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിനകത്തോട്ട് നമ്മൾ 1 സിംഗിൾ ക്രോഷറ്റ് ഇട്ട് കൊടുക്കുക. അടുത്തതിനകത്ത് നമ്മൾ ഇതേപോലെ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പം ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റിച്ചിനകത്ത് 2 സിംഗിൾ ക്രോഷറ്റ് ഇടുന്നതിനാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റിനകത്ത് 1 സിംഗിൾ ക്രോഷറ്റും അടുത്തതിനകത്ത് 2 സിംഗിൾ ക്രോഷറ്റും ആണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. 6 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്കൊരു 18 സിംഗിൾ ക്രോഷറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ടോട്ടൽ കൗണ്ട്.
ലാസ്റ്റ് ഇൻക്രീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതും കൂടെ കഴിയുമ്പോഴത്തേന് നമ്മുടെ റൗണ്ട് 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഫസ്റ്റിനകത്ത് 6 സിംഗിൾ ക്രോഷറ്റ്, പിന്നെ ഇൻക്രീസ്, പിന്നെ നമ്മൾ 1 സിംഗിൾ ക്രോഷറ്റ് ഇൻക്രീസ്. ഇത്രയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് റൗണ്ട് 4ലേക്ക് പോവാം. റൗണ്ട് 4 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇപ്പോൾ 1 സിംഗിൾ ക്രോഷറ്റ് ഇൻക്രീസ് ആയിരുന്നല്ലോ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 2 സിംഗിൾ ക്രോഷറ്റ് ഇൻക്രീസ് ആണ്. അപ്പം അതൊരു 6 ടൈംസ് ചെയ്യുമ്പോഴത്തേനും 24 സിംഗിൾ ക്രോഷറ്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ ഇട്ടത് 1 സിംഗിൾ ക്രോഷറ്റ്, അടുത്തതിനകത്ത് നമ്മൾ സെക്കൻഡ് സിംഗിൾ ക്രോഷറ്റാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിനകത്തോട്ടാണ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 2 സിംഗിൾ ക്രോഷറ്റ് ഇൻ 1 സ്റ്റിച്ചാണ്. അങ്ങനെ ഈ ഒരു ഇൻക്രീസ് കൂടെ കഴിയുമ്പോഴത്തേന് നമ്മൾ ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ വന്നിട്ട് 24 സിംഗിൾ ക്രോഷറ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു റൗണ്ടിലൂടെ കിട്ടുന്നത്. ഇതേപോലെ അങ്ങ് റിപ്പീറ്റ് ചെയ്താൽ പോയാൽ മതി. ലൈക്ക് 2 സിംഗിൾ ക്രോഷറ്റ്, പിന്നെ അടുത്തതിനകത്ത് ഇൻക്രീസ്. അങ്ങനെ നമ്മുടെ ഈ ഒരു റൗണ്ടിന് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇൻക്രീസും കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ ഈ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു റൗണ്ട് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത റൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പം റൗണ്ട് 1 6 സിംഗിൾ ക്രോഷറ്റ്, 6 ഇൻക്രീസ്, 1 സിംഗിൾ ക്രോഷറ്റ്, 2 സിംഗിൾ ക്രോഷറ്റ് ഇൻക്രീസ്. ഇങ്ങനെ നമ്മളാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 3 സിംഗിൾ ക്രോഷറ്റ് ഇൻക്രീസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു 6 ടൈംസ് ചെയ്യുമ്പോഴത്തേന് ടോട്ടൽ 30 സിംഗിൾ ക്രോഷറ്റ് ആയിരിക്കും ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ ഇട്ടത് 1 സിംഗിൾ ക്രോഷറ്റ് ആണ്. പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് 2 സിംഗിൾ ക്രോഷറ്റ്. ഇനി അടുത്തതിനകത്ത് നമ്മൾ 3 സിംഗിൾ ക്രോഷറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ 3 സിംഗിൾ ക്രോഷറ്റ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്രീസ് അറിയാതെ 2 സിംഗിൾ ക്രോഷറ്റ് ഇൻ 1 സ്റ്റിച്ച് ആണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ 3 സിംഗിൾ ക്രോഷറ്റ് ഇൻക്രീസ്, 3 സിംഗിൾ ക്രോഷറ്റ് ഇൻക്രീസ്, ഇതേപോലെ 6 ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ നമുക്ക് 30 സിംഗിൾ ക്രോഷറ്റ് കിട്ടും.
ഓക്കെ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് റൗണ്ട് 5 കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റൗണ്ട് 6ലേക്ക് കിടക്കാം. റൗണ്ട് 6-നകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 30 സിംഗിൾ ക്രോഷറ്റ് മാത്രമാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ റൗണ്ട് ചെയ്തപ്പോൾ നമ്മുടെ ടോട്ടൽ കൗണ്ട് വന്നിട്ട് 30 സിംഗിൾ ക്രോഷറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ നമ്മളിനി റൗണ്ട് 6-നകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 സിംഗിൾ ക്രോഷറ്റ് ഇൻ ഈച്ച് സ്റ്റിച്ച്, അങ്ങനെ നമ്മളങ്ങ് ചെയ്തു പോവാണ്. അപ്പം 30 സിംഗിൾ ക്രോഷറ്റ് ജസ്റ്റ് ചെയ്തു പോവാം. ഓക്കെ. അപ്പം നമുക്ക് റൗണ്ട് 7ലേക്ക് കിടക്കാം. റൗണ്ട് 7ൽ ഞാൻ വീണ്ടും ഒരു ഇൻക്രീസാണ് ചെയ്യുന്നത്, കുറച്ചുകൂടെ സൈസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 4 സിംഗിൾ ക്രോഷറ്റ് ഇൻക്രീസാണ്. അപ്പം ഒരു 6 ടൈംസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 36 സിംഗിൾ ക്രോഷറ്റ് ആയിരിക്കും ടോട്ടൽ കൗണ്ടായിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ 1 2 3 ആയിട്ടുണ്ട്. ഇനി നമ്മൾ 4 സിംഗിൾ ക്രോഷറ്റോടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇൻക്രീസാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 2 സിംഗിൾ ക്രോഷറ്റാണ് ആ ഒരു സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ നമ്മുടെ റൗണ്ട് 7 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടോട്ടൽ വന്നിട്ട് 36 സിംഗിൾ ക്രോഷറ്റ് നമുക്ക് ഈ ഒരു റൗണ്ടിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് 8ലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ ഒക്കെ കൗണ്ട് ചെയ്ത് നോക്കണം. ഓരോ സ്റ്റിച്ച് കഴിയുമ്പോഴും ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. കാരണം കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചിലപ്പോൾ നമുക്കൊക്കെ മിസ്റ്റേക്ക് പറ്റാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ റൗണ്ട് കഴിയുമ്പോഴും ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ റൗണ്ട് 8 ടു റൗണ്ട് 11 വരെ നമ്മൾ 36 സിംഗിൾ ക്രോഷറ്റാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ജസ്റ്റ് ഇതേപോലെ ഓരോ സ്റ്റിച്ചിനകത്ത് നമ്മൾ ഓരോ സിംഗിൾ ക്രോഷറ്റ് വീതം വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ റൗണ്ട് 8, റൗണ്ട് 9, റൗണ്ട് 10 ആൻഡ് റൗണ്ട് 11 വരെ നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ അങ്ങ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ റൗണ്ട് 8 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൗണ്ട് 8 ടു 11 വരെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ജസ്റ്റ് ഇതേണക്കങ്ങ് ചെയ്തു പോയാൽ മാത്രം മതി. അപ്പം നമുക്ക് എന്തായാലും റൗണ്ട് 10, 11 ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഞാൻ റൗണ്ട് 11 എത്തിയേക്കാണ്. ഇനി ഇതും കൂടെ ഒന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ റൗണ്ട് 11 കൂടെ കംപ്ലീറ്റ് ആവും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു പോയാൽ മാത്രം മതി. പിന്നെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിച്ചസൊക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് പോവുക. കാരണം നമുക്ക് ടോട്ടൽ 36 സിംഗിൾ ക്രോഷറ്റ് തന്നെയാണ് വേണ്ടുന്നത്. ഇപ്പം നമ്മുടെ ഓരോ സ്റ്റിച്ച് ലൈക്ക് കൗണ്ട് ചെയ്യുമ്പോഴും ആയാലും അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോയതായാലും മതി, നമ്മുടെ ഷേപ്പ് ആയാലും മാറാൻ വേണ്ടിയിട്ട് ഓരോന്നിനും നമ്മളുടെ കറക്റ്റ് കണക്കനുസരിച്ച് പോയില്ലെങ്കിൽ ഷേപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരും കൗണ്ട് ചെയ്ത് പോവുക. അപ്പോൾ നമ്മുടെ റൗണ്ട് 8 ടു 11 വരെയുള്ള കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ റൗണ്ടിലും ഞാൻ ഇത് കണക്ക് 36 സിംഗിൾ ക്രോഷറ്റാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നീളം കൂട്ടുകയാണ് അമിഗുരുമിയുടെ. അപ്പോൾ അതിനാണ് നമ്മൾ ഇത് കണക്ക് സിംഗിൾ ക്രോഷറ്റ് ഇട്ട് തന്നെ പോകുന്നത്. ഇനി നമ്മൾ റൗണ്ട് 12 കുറച്ച് റിസ്ക്കിയാണ്, കാരണം അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. നമ്മൾ പൊതുവേ സിംഗിൾ ക്രോഷറ്റ് ഇൻക്രീസ് ആണല്ലോ ചെയ്യുന്നത്, പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്റ്റിച്ചിനകത്ത് നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തതിനകത്ത് ഞാനാണെങ്കിൽ 1 ഹാഫ് ഡബിൾ ക്രോഷറ്റോട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതേപോലെ നമ്മൾ അടുത്തതിനകത്ത് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇൻക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത് വീണ്ടും. അപ്പോൾ അടുത്ത സ്റ്റിച്ചിനകത്ത് 2 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അടുത്തതിനകത്ത് നമ്മൾ വെറും ഒരു 1 ഹാഫ് ഡബിൾ ക്രോഷറ്റ് മാത്രം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 4 സിംഗിൾ ക്രോഷറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 2 3 and 4 സിംഗിൾ ക്രോഷറ്റ്. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 3 ചെയിൻ ആണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് ചെയിൻ ഇട്ട് പോവാം. 1 2 and 3. അപ്പോൾ നമ്മൾ 3 ചെയിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സെക്കൻഡ് ചെയിൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഹൂക്ക് ഇട്ടതിന് ശേഷമുള്ള താഴെ ഉള്ളതിനകത്തോട്ട് നമ്മൾ ഒരു സിംഗിൾ ക്രോഷറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അടുത്ത താഴേനകത്തുള്ള ചെയിനകത്തും കൂടെ ഒരു സിംഗിൾ ക്രോഷറ്റാണ് ടോട്ടൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 2 സിംഗിൾ ക്രോഷറ്റാണ് ആ 3 ചെയിനകത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 18 സിംഗിൾ ക്രോഷറ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി 1 2 സിംഗിൾ ക്രോഷറ്റ് 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 and 18. ഇനി നമ്മൾ 3 ചെയിൻ ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. അപ്പം ആ ഒരു ഇതിനകത്തോട്ട് തന്നെ നമുക്ക് 3 ചെയിൻ ഇട്ട് കൊടുക്കാം. 1 2 and 3. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 സിംഗിൾ ക്രോഷറ്റാണ് ഈ ഒരു ചെയിനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെയിൻ ഈ ഒരു ഹൂക്കിൽ നിന്ന് അടുത്ത താഴത്തേക്കുള്ള ആ ഒരു ഇതിലോട്ട് നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ താഴെ ഉള്ളതിനകത്തോട്ട് അടുത്ത സിംഗിൾ ക്രോഷറ്റോട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊരു 4 സിംഗിൾ ക്രോഷറ്റാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 1 2 3 and 4. ഇനി നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതിനകത്തോട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ ഒന്നുകൂടെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുകയാണ് കറക്റ്റ് ആണോ എന്ന്. അപ്പം അടുത്തതിനകത്തോട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അത് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 1 ഇൻക്രീസായി. ഇനി അടുത്തതും കൂടി ഇട്ട് കൊടുക്കുമ്പം ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി ഇത് റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തന്നെ നമ്മൾ വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷറ്റ്, പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇതിനകത്തോട്ട് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ റൗണ്ട് 12 കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റിച്ച് ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അതേപോലെ അങ്ങ് നോക്കി ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഈ റൗണ്ട് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത റൗണ്ട് 13 and 14 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 1 സിംഗിൾ ക്രോഷറ്റാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ 6 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇട്ട് കൊടുക്കാം. തേർഡ് വൺ, ഫോർത്ത് വൺ, ഫിഫ്ത്ത്
ആൻഡ് ലാസ്റ്റ് വൺ 6 ഹാഫ് ഡബിൾ ക്രോഷറ്റ്. അപ്പോൾ നമ്മുടെ 6 ഹാഫ് ഡബിൾ ക്രോഷറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 26 സിംഗിൾ ക്രോഷറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷറ്റ് ഇവിടെ ഇട്ട് കൊടുക്കാം. 1 2 3 4 സിംഗിൾ ക്രോഷറ്റ്. ആൻഡ് നമ്മളിനി അടുത്ത 5th സിംഗിൾ ക്രോഷറ്റ് ആണ് ചെയ്യുന്നത്. അടുത്തത് 6 സിംഗിൾ ക്രോഷറ്റ്. സെവൻ 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 and last one 26. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിനകത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 6 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇതാണെന്ന് ഒന്നുകൂടെ കൗണ്ട് ചെയ്ത് നോക്കുക കറക്റ്റ് ഉണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇട്ട് കൊടുക്കാം. 2 3 4 5 and last one 6. നമ്മൾ അടുത്തിനകത്ത് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 1 സിംഗിൾ ക്രോഷറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് 13 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ റൗണ്ട് 14 കൂടെ കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റൗണ്ട് 13 and 14. അപ്പോൾ ഇനി നമ്മുടെ റൗണ്ട് 15 കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ 1 സിംഗിൾ ക്രോഷറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പം ഡിക്രീസ് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. നമ്മുടെ ആ ഫസ്റ്റിലത്തെ ഫ്രണ്ട് ലൂപ്പ് ആണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ ഫ്രണ്ട് ലൂപ്പ് എടുത്തതിന് ശേഷം ഇതേപോലെ പുള്ളി ചെയ്താണ് നമ്മൾ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഡിക്രീസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷറ്റ് പിന്നെ ഒരു ഡിക്രീസും കൂടെ ചെയ്ത് കൊടുത്ത് നമ്മൾ റിപ്പീറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ചെയ്ത് കൊടുക്കുന്ന അടുത്ത സിംഗിൾ ക്രോഷറ്റ് ആണ് ആൻഡ് ഡിക്രീസ്. അപ്പോൾ നമ്മൾ 2 ടൈംസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 28 സിംഗിൾ ക്രോഷറ്റ് ആണ്.
അപ്പോൾ നമ്മുടെ 28 സിംഗിൾ ക്രോഷറ്റിന് ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിക്രീസാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഡിക്രീസ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റിച്ചിനകത്തോട്ട് 1 സിംഗിൾ ക്രോഷറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും ഒരു ഡിക്രീസ് അടുത്ത 2 ഇതിനകത്തോട്ടായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സിംഗിൾ ക്രോഷറ്റോട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ റൗണ്ട് 15 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. റൗണ്ട് 16 ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 4 സിംഗിൾ ക്രോഷറ്റ് ഡിക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇനി തൊട്ട് നമ്മൾ ഡിക്രീസ് ചെയ്ത് ചെറുതാക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലോസിങ്ങിലോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 4 സ്റ്റിച്ചിനകത്തോട്ട് നമ്മൾ സിംഗിൾ ക്രോഷറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഡിക്രീസാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 6 ടൈംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ കൗണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 30 സിംഗിൾ ക്രോഷറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 1 2 3 4 സിംഗിൾ ക്രോഷറ്റ്, ദെൻ അടുത്തതിനകത്ത് ഡിക്രീസ്. ഇനി നെക്സ്റ്റ് നമുക്ക് റൗണ്ട് 17ലേക്ക് കിടക്കാം. ഇതിനകത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 3 സിംഗിൾ ക്രോഷറ്റ് ഡിക്രീസ് ആണ്. 6 ടൈംസ് ടോട്ടൽ 24 സിംഗിൾ ക്രോഷറ്റ് ആയിരിക്കും നമുക്ക് ഈ റൗണ്ടിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് വൺ ഇട്ട് കൊടുക്കാം, സെക്കൻഡ് വൺ, തേർഡ് വൺ. ഇനി നമ്മൾ ഡിക്രീസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും 3 സിംഗിൾ ക്രോഷറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 2 and 3. ഇനി നമ്മൾ ഡിക്രീസ്. സോ ഇതേപോലെ നമ്മൾ 6 ടൈംസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റൗണ്ട് 17 കംപ്ലീറ്റ് ആവും.
ഇനി നമുക്ക് ഐസ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ സൈസ് ഓഫ് ഐസിൻ്റെ അനുസരിച്ചായിരിക്കും. അപ്പം ഞാൻ അതുകൊണ്ട് കറക്റ്റ് ഏത് റൗണ്ടിൽ വെക്കണമെന്ന് പറയത്തില്ല. നമ്മുടെ ഒരു ഏകദേശം ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്യാപ്പ് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഞാനിപ്പം വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ളതാണ്. അന്ന് ഞാൻ വെച്ച് നോക്കുവാണ് കറക്റ്റ് ചേരുവോ ഇല്ലയോ എന്ന്. കാരണം നമ്മൾ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് മാച്ച് ആവുമോ ഇല്ലയോ എന്ന്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഐസ് ഒന്ന് വെച്ച് നോക്കട്ടെ. അപ്പം ഞാനിവിടെ ഈ ഒരു സൈസാണ് ഞാൻ വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കറക്റ്റ് അല്ലെന്ന്. കുറച്ചുകൂടെ ബിഗർ സൈസ് വേണമെങ്കിൽ വയ്ക്കുക. ഇപ്പം നമ്മൾ ഓരോ ആൾക്കാരും ഓരോ യാൺസ് വെച്ചിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചെറിയ ഒരു യാൺ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഇത്രയും വലിപ്പമുള്ള ഐസിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ആ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ഐസാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഇനി പോളിഫിൽ വെച്ച് കൊടുക്കുകയാണ്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ എവിടേക്കാണ് പ്ലേസ് ചെയ്യേണ്ട ഐസെന്ന് ഒരു ധാരണ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്കൊന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ സിംഗിൾ ക്രോഷറ്റ് ഇട്ട് കൊടുക്കുകയാണ് റൗണ്ട് 18. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 സിംഗിൾ ക്രോഷറ്റ് ഡിക്രീസ് ആണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതിനകത്തോട്ട് ഒരു ഡിക്രീസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു 6 ടൈംസാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 16 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ അടുത്ത ഒരു സിംഗിൾ ക്രോഷറ്റ് കഴിഞ്ഞിട്ട് ഡിക്രീസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതങ്ങ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ റൗണ്ട് ലാസ്റ്റ് എത്തുമ്പോൾ തന്നെ നമ്മൾ ഇത് കണക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ മാക്സിമം വെച്ച് കൊടുക്കുകയാണ് പോളിഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മാക്സിമം നല്ല രീതിയിൽ പോളിഫില്ല് വെക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ ഇടത്തോട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാം. റൗണ്ട് 19 8 ഡിഗ്രീസ് ആണ് നമ്മളിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റിച്ച് എടുത്തിട്ട് സ്റ്റിച്ച് മാർക്കർ മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ ആയത്തിനകത്തോട് നമ്മളൊരു ഡിക്രീസാണ് ചെയ്ത് കൊടുക്കുന്നത്. സിംഗിൾ ക്രോഷറ്റ് ഒന്നും ഇല്ല കേട്ടോ, ഇനി എല്ലാം ഡിക്രീസാണ്. അപ്പോൾ നമ്മൾ 8 ഡിക്രീസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഡിക്രീസാണ് നമ്മുടെ ഇത്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് നമുക്ക് ഒരു ഡിക്രീസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ആണ് മാത്രമാണ് എടുക്കുന്നത്, 2 സ്റ്റിച്ച് കൂടെ എടുക്കത്തില്ല, ജസ്റ്റ് ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം. അപ്പോൾ നമ്മുടെ 8 ഡിഗ്രീസ് കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേന് ഏകദേശം ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റൗണ്ട് വന്നിട്ട്. നമ്മുടെ റൗണ്ട് 1 to 19 വരെ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫൈനൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഐസും അതല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലോസ് ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു നീഡിലാണ്. അപ്പം ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് നീളം ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ കുറച്ചധികം നമുക്ക് നീളം ഇട്ടിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നീഡിലെടുത്തിട്ട് അതൊന്ന് കോർത്തെടുക്കാം. ഞാൻ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലേ, ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിനി നമുക്കിത് കോർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ലൂപ്പ് ഉണ്ടല്ലോ, അതിൽ കൂടെ എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിൽ കൂടെ തന്നെ ഇത് കണക്ക് ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മളങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ അങ്ങ് ചെയ്തു പോയാൽ മാത്രം മതി. എല്ലാം ഞാൻ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രമാണ് എടുക്കുന്നത്. അങ്ങനെ എല്ലാ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് മുറുക്കിയെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ നൂല് വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ തന്നെ ആ ഒരു സെൻറ്റർ പുള്ളിയിൽ കൂടെ തന്നെ കുത്തി ഇങ്ങനെ എടുത്തിട്ട് വെളിയിലോട്ട് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നൂലകത്തോട്ടങ്ങ് പോയിക്കോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഹൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നൂല് വരുന്ന എവിടെയാണ് അവിടെ തന്നെയാണ് നമ്മൾ കുത്തി അടുത്തടുത്തോട്ട് നിൽക്കേണ്ടത്. അല്ലെങ്കിൽ ഇതേപോലെ നൂല് മേളിലായിട്ടായിരിക്കും വരുന്നത്, കണക്ക് ഹൈഡായി പോകത്തില്ല. അപ്പം ഈ നൂല് എവിടെയാണ് അവിടെയാണ് നമ്മൾ നീഡിലിട്ട് കുത്തിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് അങ്ങ് ചെയ്തു പോയാൽ മാത്രം മതി. ഭയങ്കര എളുപ്പമാണ്. നമുക്ക് തോന്നും ഭയങ്കര പാടൊക്കെ ആയിരിക്കുന്നു, പക്ഷെ അല്ല, ഭയങ്കര എളുപ്പമാണ്. നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അമിഗുരുമിയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ നമുക്ക് ലാസ്റ്റ് ഇതേപോലെ ഒരു കുറച്ച് മാത്രം നൂല് വരും. അപ്പോൾ നമുക്കിതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിത് ചേർത്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പം ഉള്ള നൂലെല്ലാം നമുക്ക് അകത്ത് പോവുകയും ചെയ്യും. ഇൻ കേസ് ഇത് കണക്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു നീഡിൽ വെച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇത് കണക്ക് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ അകത്തോട്ട് ബാക്കിയുള്ള എല്ലാം നൂല് അങ്ങ് കയറിപ്പോയിക്കോളാം.
അപ്പോൾ ഇത് വന്നിട്ട് ആക്ച്വലി ഒരു ഹെഡും ബോഡിയും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അമിഗുരുമിയാണ്. അപ്പോൾ ഇതേപോലെയാണ് ഇരിക്കുന്നത്. കാരണം ഇത് ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇതേപോലെ ഒരുമിച്ചുള്ള മോഡൽ ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പറഞ്ഞാൽ ബീക്കാണ്, ഒരു ചുണ്ട് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഒരു മോഡൽ കാണിച്ചു തരാം. 2 മോഡലായിട്ട് നമുക്ക് ചെയ്യാം. ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യുന്ന മോഡലും, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു മാജിക് റിങ്ങിനകത്തോട്ട് 6 സിംഗിൾ ക്രോഷറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് വെച്ചാലും മതി. അപ്പം ഞാൻ ഫസ്റ്റ് കൊണ്ടൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ആ ഒരു ബീക്ക് ഇരിക്കുന്നതെന്ന്. ഇതേപോലെ മാജിക് റിങ് 6 സിംഗിൾ ക്രോഷറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ നൂല് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. നമുക്ക് ഇതേപോലെ ഒരു മൗത്ത് പോലെ നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ വേറൊരു മോഡലൂടെ കാണിച്ചു തരാം. ഇപ്പോൾ അതിന് മുന്നായിട്ട് ഞാനാണെങ്കിൽ കുറച്ചുകൂടെ ബിഗർ സൈസ് ആയിട്ടുള്ള ഐസ് എടുക്കട്ടെ, അതൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം ഈ ബീക്ക് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ലൈക്ക് എവിടെ ആയിട്ടാണ് വെക്കേണ്ടതെന്ന്. അല്ലെങ്കിൽ നമ്മളൊരു ഏകദേശം നമ്മളൊന്ന് നോക്കിയതിന് ശേഷം അങ്ങ് ചെയ്താൽ മാത്രം മതി. ഞാൻ കുറച്ചുകൂടെ ഒക്കെ താഴോട്ട് വെച്ച് നോക്കട്ടെ. അപ്പോൾ ഒരുപാട് തവണ ഞാൻ ഇതേപോലെ വെച്ചൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും ഞാൻ കൺഫേം ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇപ്പം ഏകദേശം എനിക്ക് ഇതൊന്ന് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് ആൻഡ് ഗ്യാപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഐസിന് ഇൻ ബിറ്റ്വീനായിട്ട്. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇത് താല്പര്യമില്ല, നമുക്ക് ഇതാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ കാണിച്ചു തരാം. നമ്മൾ സ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ നീഡിലെടുക്കാം, എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കോർത്ത് കൊടുക്കാം. സോ ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഈ ഒരു മോഡലിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമെന്ന്. അപ്പം ആ ഒരു മോഡൽ നമുക്ക് ചെയ്തു നോക്കാം.
സോ നമ്മൾ ഈ ഒരു സെയിം സ്ഥലത്ത് തന്നെ കുത്തിയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇതേപോലെ കെട്ടിടാൻ നേരത്ത് കുറച്ച് പ്രശ്നം വരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമുക്ക് നീഡിൽ റിമൂവ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. കറക്റ്റ് ആ ഒരു സ്പോട്ടിൽ തന്നെ ആയിരിക്കണം ഈ ഒരു നൂലൂടെ വന്ന് നിൽക്കേണ്ടത് കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം മാത്രം നിങ്ങൾ കെട്ടിടാൻ വേണ്ടിയിട്ട്. നോർമലായിട്ടൊന്ന് ഒരു കെട്ടിട്ട് കൊടുക്കാം. കണക്ക് 2 കെട്ടിട്ട് കൊടുക്കുമ്പം അത് ഇനി ഒരിക്കലും അത് ഇളകി വരത്തില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ബാലൻസ് ഇത് കണക്ക് നീളമുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് അകത്ത് കയറി പൊയ്ക്കോളും. അപ്പോൾ നമ്മുടെ നീഡിൽ വെച്ചിട്ട് നമുക്കൊന്ന് അകത്തോട്ട് കുത്തി ഇങ്ങനെ എടുക്കാം. ഓൾറെഡി ഞാൻ ഇവിടെ ഒരു കാല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഒരു 3-4 സ്ട്രിപ്പ് ഇത് കണക്ക് മേലോട്ട് വയ്ക്കുന്ന മോഡലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഓൾമോസ്റ്റ് എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെയിം സ്പോട്ടിലോട്ട് നമുക്ക് ഈ ഒരു നൂലിങ്ങോട്ട് വലിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം സ്പോട്ടിൽ തന്നെ ആയിരിക്കണം ആ ഒരു നൂല് വരേണ്ടത്. കാരണം ഇതൊക്കെ നമ്മൾ ടൈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പം അത് പുഷ് ചെയ്ത് അകത്തോട്ട് കയറ്റാൻ നേരത്ത് നമ്മളിത് കണക്ക് സെയിം സ്ഥലത്തല്ലെങ്കിൽ ഇത് കണക്ക് മേളിലോട്ട് പൊങ്ങിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് വൺ. ആൻഡ് നമുക്ക് ഒരു കെട്ടൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അപ്പം നമുക്ക് ഒരു ലീഫ് പോലെയും കൂടെ നമ്മുടെ ഹെഡ് പോർഷനിൽ വെക്കുന്ന കണക്കുള്ളത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഗ്രീൻ കളറാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 ചെയിനാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 1 2 3 4 and 5. ഓക്കെ, അപ്പം നമ്മുടെ തേർഡ് ചെയിനിലോട്ട് നമ്മൾ ഹൂക്കിൻ്റെ താഴത്തെ തേർഡ് ചെയിനിലേക്ക് നമ്മൾ ഒരു 1 ഹാഫ് ഡബിൾ ക്രോഷറ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴത്തേനകത്തോട്ട് ഒരു സിംഗിൾ ക്രോഷറ്റ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. സോ നമ്മൾ ഇതേ കണക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 5 ചെയിൻ ഇട്ട് കൊടുക്കാം. 1 ചെയിൻ, സെക്കൻഡ് വൺ, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. സോ നമ്മൾ വീണ്ടും തേർഡിലോട്ട് നമ്മൾ 1 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് തൊട്ട് താഴത്തേനകത്തോട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷറ്റ്, പിന്നെ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബോഡിയിലോട്ട്. ഇതുപോലെയാണ് ഞാനാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും ഇരിക്കാൻ പോകുന്നത്. അപ്പം നമുക്കിനി അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സോ ഇത്ര എളുപ്പമാണ് നമുക്ക് ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു അമിഗുരുമി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര എളുപ്പമാണ്, ക്വിക്കായിട്ട് നമുക്കിത് ചെയ്ത് തീർക്കാനും പറ്റും. ഒരു ജസ്റ്റ് 1 അവറിനുള്ളിൽ നമുക്കെല്ലാം തീർക്കാനും പറ്റും, സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും.
അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.